നമുക്കറിയത്തില്ല മഞ്ജു വാര്യരുടെ ഒപ്പമുള്ള ആ 5 മൊത്തം ഒരു 5 വലിയ കസിൻസ്, വലിയ പെൺകുട്ടികൾ. അതിൽ മയൂരി ഇന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഇല്ല. കലപന്മണിയും സുകുമാരിയൊക്കെ പോലെ മയൂരിയും നമ്മളെ വിട്ടുപോയതാണ്. പിന്നെ അതിലൊരു കഥാപാത്രം ചെയ്തത് മഞ്ജുള. അവർ മഹേഷ് ബാബുവിൻ്റെ, സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിൻ്റെ സഹോദരിയാണ്. പിന്നെ ശ്രീജ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, പിന്നെ സംഗീത രസിക എന്നുള്ള പേരിൽ തമിഴിലൊക്കെ അഭിനയിച്ച പിതാമഹനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ്. അപ്പോൾ ഇതിൽ ആ പൂച്ചേനെ കൊടുത്തയക്കുന്നത് ആരാണെന്നുള്ള ഒരു ഇത് ഇപ്പോഴും ഒരു സസ്പെൻസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അത് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ സിബി മലയിൽ പറഞ്ഞത് ആ ഒരു സിനിമയിൽ തന്നെ അവർ അവസാനം പറയുന്നുണ്ട്, ഒരു 2 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, മയൂരിയുടെ കഥാപാത്രവും സംഗീതയുടെ കഥാപാത്രവും. അതായത് അവർ രണ്ടുപേരും കാണിച്ചത് ഞങ്ങൾ 2 പേരിൽ ഒരാളാണ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനി വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ അവരതിന് എന്തെങ്കിലും ഒരു ഉത്തരം നൽകുമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാവില്ല എന്ന രീതിയിൽ തന്നെയാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അത് ആരാണെന്നുള്ളത് ഇപ്പോഴും കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കുറേ ചർച്ചകൾ, എൻ്റെ കുറേ ഡീകോഡിങ്ങും അതൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാലം മുമ്പ് സംഗീത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അത് സംഗീതയാണ് എന്ന് സംഗീത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഗീതയോട് സിബി മലയിലും രഞ്ജിത്തും ഒക്കെ ആദ്യം കഥ പറയുമ്പോൾ പറഞ്ഞതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇപ്പോഴും ഉറപ്പ് പറയാറായിട്ടില്ല. എന്തായാലും സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ അഭിനയിച്ച ആ ചെറിയ കുട്ടികൾ അവരിപ്പം വലുതായിട്ട് എനിക്ക് തോന്നുന്നു അതിൽ നിവ്യ എന്ന് പറയുന്ന അന്നത്തെ ബാലതാരം, അവർ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സമ്മറിൻ മദൽഹീമാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അവർ പറഞ്ഞു. അന്ന് അവർ 12 വയസ്സുള്ളപ്പോൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടിയാണ് കണ്ടത്. ഇന്ന് എൻ്റെ മക്കളുടെ കൂടി ഇരുന്നാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അതായത് ഡിസംബർ 12 ഇറങ്ങണത്. അപ്പോൾ ക്രിസ്മസിന് തിയേറ്ററിൽ ഉണ്ടാവും. അപ്പോൾ അന്ന് തിയേറ്ററിൽ കാണാത്തവരും കണ്ടവർക്കൊക്കെ വീണ്ടും ആ ഒരു സിനിമ പോയി കാണുക, എൻജോയ് ചെയ്യുക.